വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ബംഗ്ലാദേശിനെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വിധി ബംഗ്ലാദേശിനെ സംബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ചാണ് ആ വിധി പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബംഗ്ലാദേശിൽ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ഈ വിധിയെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സംഭവം ബംഗ്ലാദേശിലെ സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ കേസിൽ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കുറ്റക്കാരിയാണ് എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ട്രിബ്യൂണൽ കോടതി, ധാക്ക ട്രിബ്യൂണൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഹസീന അധികാരം ഉപയോഗിച്ച് മാനവികതയ്ക്ക് മേൽ ആക്രമണം നടത്തി എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും. ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വന്ന സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീനയെ തിരികെ കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ബംഗ്ലാദേശിൽ ഇപ്പോൾ അതിഭീകരമായിട്ടുള്ള കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശിലെ പല മുക്കിലും മൂലയിലും കോണുകളിലും എല്ലാം തന്നെ അതീവ ജാഗ്രത വേണം, സുരക്ഷ ശക്തമാക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ കലാപത്തിൽ, അതായത് ഇപ്പോൾ നടക്കുന്ന കലാപത്തിൽ ധാരാളം പേർ മരിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള തീവയ്പ്പുകൾ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പോരാത്തതിന് ബംഗ്ലാദേശിൽ ഈ ഒരു കലാപത്തിന്റെ പുറത്ത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗിനെ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് നേരെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ പ്രക്ഷോഭകാരികൾക്ക് മേൽ മാരകായുധങ്ങൾ പ്രയോഗിക്കാൻ ഉത്തരവിട്ടു. വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ വെടിവെപ്പിനെ കുറിച്ച് ഹസീനയ്ക്ക് അറിവുണ്ടായിരുന്നു. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പ്രതിഷേധക്കാർക്ക് നേരെ ആക്രമണം നടത്തി. പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട അബു സെയ്ദ് എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹ പരിശോധനാ റിപ്പോർട്ട് ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തി തിരുത്തി. അതിന് തെളിവുണ്ട്. കൂട്ടക്കൊല, പീഡനം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചുമത്തിയായിരുന്നു മുൻ പ്രധാനമന്ത്രിക്കെതിരെ വിചാരണ നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇനിയുള്ള ചോദ്യം, ഷെയ്ഖ് ഹസീനയെ നമ്മൾ തിരിച്ചു കൊടുക്കുമോ? അങ്ങനെ തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് വകുപ്പുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ അത് ഞാൻ പരിശോധിച്ചു കേട്ടോ. ഷെയ്ഖ് ഹസീനയെ തിരികെ കൊടുക്കുമോ എന്നുള്ള ഒരു വിഷയം പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന 2013 ഒരു കൈമാറൽ ഉടമ്പടിയുണ്ട്. ആ കൈമാറൽ ഉടമ്പടി പ്രകാരം ഹസീനയെ തിരികെ കൊണ്ടുവരാൻ ബംഗ്ലാദേശിന് നിയമപരമായിട്ട് അവകാശമുണ്ട്. പക്ഷേ ഈ പ്രക്രിയ വേഗത്തിലാക്കാൻ 2016 ഇത് ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഭൗമരാഷ്ട്രീയവും നയതന്ത്രപരവുമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇതിൽ ഒരു ഘടകമാണ്. ഈ കൈമാറൽ ഉടമ്പടിയിൽ ഒരു ഘടകമാണ്. ഇപ്പൊ ഹസീനയെ കൈമാറാൻ ഇന്ത്യ വിസമ്മതിച്ചാൽ ഇന്ത്യ ബംഗ്ലാദേശ് കൈമാറ്റ ഉടമ്പടിയുടെയും അന്താരാഷ്ട്ര നയത്തിന്റെയും കഠിനമായ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരവധി ഘട്ടങ്ങളിലൂടെ ഈ പ്രക്രിയ കടന്നു പോവുകയും ഇതിന്റെ ഒരു ലംഘനം കൂടെയായി അത് മാറുകയും ചെയ്യും. അതായത് വേണമെങ്കിൽ ഒരു യുദ്ധം വരെ പോകാം എന്നുള്ളതാണ് അതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ ഇന്ത്യക്ക് ഒരു സ്റ്റാൻഡ് ഉള്ളത്, ഇപ്പോൾ നമുക്ക് ഷെയ്ഖ് ഹസീനയെ കൈമാറണമെങ്കിൽ ഔപചാരികമായി അവരിങ്ങോട്ട് കൈമാറൽ അപേക്ഷ സമർപ്പിക്കണം. അത് അവർ നേരത്തെ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നയതന്ത്ര കത്ത് അയച്ചിട്ടുണ്ട്, അത് സമർപ്പിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹസീനയ്ക്കെതിരായ കുറ്റങ്ങൾ സമഗ്രമായി വിശദീകരിക്കുകയും ജുഡീഷ്യൽ ഉത്തരവുകൾ, അറസ്റ്റ് വാറന്റുകൾ, മറ്റ് തെളിവുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സഹായ രേഖകളുടെ ശക്തമായ ശേഖരണം ഈ അഭ്യർത്ഥനയുടെ കൂടെ വെക്കണം. അപ്പൊ ഇനി അത് ഒന്നുകൂടെ അയക്കേണ്ടി വരും. ഇനി മൂന്നാമത്തെ പ്രൊസീജിയറാണ് നമ്മുടെ ഹോൾഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളിത് വിലയിരുത്തും. ഇത് നിഷ്പക്ഷമാണോ, ഇത് കൃത്യമാണോ, ഇത് എന്തിനാണ് ഈ വിഷയം ഉന്നയിക്കുന്നത്, നമ്മൾ ഇത് വിലയിരുത്തിയിട്ടായിരിക്കും പിന്നീട് നമ്മൾ ഷെയ്ഖ് ഹസീനയെ കൈമാറുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോ ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. സിലിഗുരി കോറിഡോറിൽ ഇന്ത്യ തങ്ങളുടെ ശക്തി ഇരട്ടിയാക്കുന്നു, സൈനിക വിന്യാസം കൂട്ടുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയെ കൈമാറുമോ നമ്മള്, അതേ നമ്മള് ചിക്കൻ നെക്കിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടെ പിടിച്ചെടുക്കുമോ? അതാണ് എന്റെ സംശയം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത്? ഷെയ്ഖ് ഹസീന അങ്ങോട്ടേക്ക് പോകുമോ, അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടെ ഇങ്ങോട്ടേക്ക് വരുമോ? എന്ത് തോന്നുന്നു? ഒരിടയ്ക്ക് ബംഗ്ലാദേശിന്റെ വിഷയങ്ങൾ മാത്രമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് നമ്മൾ വിട്ടുപോയി. പക്ഷേ ഈ ഡൽഹി ബ്ലാസ്റ്റിന് ശേഷം അവിടെ ഒരു 11 സ്ഫോടനം നടന്നത് മാത്രമേ നമ്മൾ വാർത്തയാക്കിയിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോൾ വരുന്ന വാർത്ത 22ഓളം സ്ഫോടനം നടന്നു. ഇന്നലെ നടന്നു അവിടെ സ്ഫോടനം, ബോംബ് സ്ഫോടനം. ചെറിയ ബോംബല്ല, മറ്റേ ക്രൂഡ് ബോംബ് എന്നാണ് ബംഗ്ലാദേശ് സർക്കാർ ഇന്ന് പറയുന്നത്. ക്രൂഡ് ബോംബ് അല്ല, വലിയ ബോംബാണ്. ഇന്ന് പുലർച്ചെയുമായിട്ടുള്ള റിപ്പോർട്ടുകളിൽ 1400 പേരാണ് ടോട്ടലി കലാപത്തിലും ഇതിലും കൊല്ലപ്പെട്ടത്. ഷെയ്ഖ് ഹസീനയുടെ മകൻ പരസ്യമായി തന്നെ രംഗത്തെത്തുകയും കലാപത്തിന് ആഹ്വാനം നൽകുകയും ചെയ്തു. കോടതി വിധി എതിരാണെങ്കിൽ തെരുവിലിറങ്ങാനും കലാപ സമാനം. കാരണം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഞാൻ ഇന്നലെയും പറഞ്ഞു, ആധാ ബംഗ്ലാദേശ് പ്രോ ഇന്ത്യൻസ് ആണ്. അവർക്ക് ഇന്ത്യയോടൊപ്പം നിൽക്കുകയും ജനാധിപത്യത്തെ സ്നേഹിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ്. അത് ഹിന്ദുക്കൾ എന്നുള്ളതല്ല, അവിടുത്തെ ജനം, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനം അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ഒന്ന് വന്നിരുന്നു. നമുക്കറിയാം, ഇതിനു മുമ്പും ബംഗ്ലാദേശിൽ സമാനമായ ഈ ഷെയ്ഖ് ഹസീനയുടെ അച്ഛനെ തന്നെ അങ്ങനെയായിരുന്നല്ലോ വധിച്ചത്, ഇവർ കലാപത്തിലൂടെ വധിക്കുന്നു. ഇത് പിന്നീട് ഇവർ ഈ കലാപകാരികൾ അതെല്ലാം ഷെയ്ഖ് ഹസീനെ പുറത്തായി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രതിമ പോലും തകർത്ത് കളഞ്ഞില്ലേ. അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. പക്ഷെ അവിടത്തേത് പാകിസ്ഥാൻ സമാനമായ രീതിയല്ല.
പാകിസ്ഥാനിൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, മതപരമായിട്ട് ഉള്ള ഒരു വിരോധമാണ് എങ്കിൽ ബംഗ്ലാദേശിന് മതപരമായിട്ടുള്ള ഒരു വിരോധത്തിനേക്കാൾ അപ്പുറം ബംഗാളിലുമൊക്കെ ഇവരുടെ ഒരുപാട് കണക്ഷൻസുകളുണ്ട്. റിലേഷൻസ് ആയാലും ഫ്രണ്ട്സ്, അങ്ങനെ ഒരു വലിയ വൈകാരികമായ ബന്ധമുണ്ട്. പാകിസ്ഥാനെ പോലെയല്ല. അപ്പം അങ്ങനെയും കൂടെ ചില വിഷയങ്ങളുണ്ട്. കാരണം ആ രാജ്യം തകർന്നു പോകുന്നതിൽ അവിടെ പരിതപിക്കുന്ന ഒരുപാട് പേരുണ്ട്. പാകിസ്ഥാനിൽ അന്ധമായി ഇന്ത്യയെ എതിർക്കുന്ന മതത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ജനമാണെങ്കിൽ ബംഗ്ലാദേശ് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട്, ജേർണലിസ്റ്റുകളൊക്കെ, നല്ല ജേർണലിസ്റ്റുകളൊക്കെ ബംഗ്ലാദേശിൽ നിന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു രാജ്യം കൂടിയാണത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഭവിഷ്യത്ത് ഭയങ്കരമാണ്. ഇപ്പോൾ ഈ വിധി വന്നു കഴിയുമ്പോഴത്തേക്കും ഇന്ന് രാവിലെ യൂനസ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ കണ്ടാൽ ഉടൻ വെടി എന്നാണ്. കണ്ടാൽ ഉടൻ വെടി, അതായത് എവിടെയെങ്കിലും ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരെ കണ്ടാൽ അപ്പം വെടിവെക്കുക. എന്താണ് പറയുന്നത്, സൈറ്റ് ഓൺ സ്പോട്ടിൽ തന്നെ, വേറെ ഒന്നും തിരക്കണ്ട, വെടിവെച്ച്. പക്ഷെ ഇത് നമ്മുടെ രാജ്യത്ത് പോലും അത് സംഭവിച്ചിട്ടില്ല. നമ്മുടെ രാജ്യത്ത് ഭയങ്കരമായ കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എത്രയോ തവണ നടന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഉത്തരവ് നമ്മുടെ രാജ്യം ഇതുവരെ അങ്ങനെ കണ്ടാലുടൻ വെടി എന്നുള്ളതില്ല. പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനത്തെ ഒരു ഇത് അത് വരുമ്പോഴേക്കും അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് ആലോചിക്കേണ്ടി വരും. ഇവിടെ രണ്ട് വിഷയമാണ് ഇന്ത്യ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഈ വലിയ രീതിയിൽ കലാപം ആരംഭിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് വലിയ രീതിയിലുള്ള പലായനം ഉണ്ടാകും. ഈ പലായനത്തിൽ ഇന്ത്യ പെട്ടുപോകും, യാതൊരു സംശയവുമില്ല അതിൽ പലായനം ഉണ്ടായ. കാരണം ഹിന്ദുക്കളായിരുന്നു കൂടുതലും. അപ്പോ സ്വാഭാവികമായി തന്നെ ഇവിടെ അവരെ സ്വീകരിക്കണമെന്നൊരു മുറവിളി ഇവിടെ ഉയരുക തന്നെ ചെയ്യും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് റിസ്ക് ആണ്. കാരണം അവർ ബംഗ്ലാദേശി പൗരന്മാരാണ്. അവരുടെ മറവിൽ അവിടെയുള്ള ആളുകൾ കൂടെ ഇങ്ങോട്ടേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. പലായനമാണ് ഇന്ത്യ അഭിമുഖീകരിക്കാമെന്ന് വലിയ വിഷയം. അതിന്റെ അടിസ്ഥാനത്തിൽ വെസ്റ്റ് ബംഗാൾ അടക്കം, ആസാം അടക്കം, ത്രിപുര അടക്കം, ഒഡീഷയുടെ ആ ബോർഡർ അടക്കം എല്ലായിടത്തും നമ്മളിപ്പോൾ സുരക്ഷാ സംവിധാനം ശക്തമാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കാശ്മീർ മേഖല കഴിഞ്ഞാൽ നമ്മുടെ BSF ഏറ്റവും കൂടുതൽ അവരുടെ നമ്പേഴ്സ് സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്ന ഒരു മേഖലയും ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ അതിർത്തി തന്നെയാണ്. കാരണം നമ്മൾ ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി തന്നെ അടിക്ക് കളമൊരുങ്ങുക തന്നെ ചെയ്യും. കാരണം ഈ തള്ളിക്കയറി വരുന്നവരെയൊക്കെ BSF ആദ്യം മെഗാഫോണിലൂടെ മുന്നറിയിപ്പ് കൊടുക്കും, നിങ്ങൾ വരരുത് എന്ന് പറയും. പിന്നെയും തള്ളിക്കയറാൻ വരുന്നവരെ വെടിവെക്കുക, അതിൽ കൊല്ലപ്പെടുക, ഇതൊക്കെ ബംഗ്ലാദേശ് വലിയ ഇഷ്യൂ ആയിട്ടുള്ളതാണ് നേരത്തെയും. കാരണം നമ്മുടെ BSFുമായിട്ട് അവരുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അത്ര നല്ല സുഖത്തിലൊന്നുമല്ല. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഞങ്ങളുടെ പൗരന്മാരെ നിങ്ങൾ അനധികൃതമായി വെടിവെച്ച് കൊല്ലുന്നു എന്നുള്ളതാണ്. വെടിവെച്ച് കൊല്ലുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളമൊക്കെ മുമ്പത്തെ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തള്ളിക്കയറി വരുന്നവർക്ക് നേരെ നമ്മുടെ മെഗാഫോണിൽ കൂടെ നമ്മുടെ സൈന്യം പറയുന്നത് നിങ്ങൾ പിരിഞ്ഞു പോകൂ എന്ന് പലവട്ടം പറഞ്ഞതിന് ശേഷമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് രൂക്ഷമാകാനാണ് സാധ്യത. കാരണം അത് ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തും. വലിയ യുദ്ധമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നിലവിൽ ഇപ്പോൾ അവിടെ ബംഗ്ലാദേശിൽ ഈ ടെറർ ഗ്രൂപ്പുകൾ അനവധി സജീവമായിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് യുദ്ധമായി തരും. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഒരു പ്രവചനം പോലെ തന്നെ ഓർമ്മയുണ്ടാകും, ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുക പാകിസ്ഥാനിലായിരിക്കില്ല, ഒരു പക്ഷെ ബംഗ്ലാദേശിലായിരിക്കുമെന്ന്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ബംഗ്ലാദേശ് കൈവിട്ടു പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. യൂനസ് നമ്മൾ വിചാരിച്ചതൊക്കെ ഒരു ബഹുഭൂരിപക്ഷം ജനത്തിന്റെ പ്രതീകമായിട്ടല്ല അവിടെ ഇരിക്കുന്നത്. അത് അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷം നമുക്കത് പതുക്കെ വ്യക്തമായി. ഇന്നിപ്പോൾ ബംഗ്ലാദേശിലുള്ള ജമാഅത്ത് ഇസ്ലാമി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മാറി. അദ്ദേഹത്തെ പിന്തുണച്ച് അധികാരത്തിൽ കയറ്റിക്കഴിഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ന് രാഷ്ട്രീയ പാർട്ടിയായി മാറിക്കഴിഞ്ഞു. അവാമി ലീഗിനെ നിരോധിച്ചു എന്നുള്ളത് പുതിയ വാർത്തയല്ല, നേരത്തെ തന്നെ നിരോധിച്ചതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം, കാരണം ഇന്ത്യയുമായിട്ട് ഇതിന്റെ പേരിൽ തന്നെ ബംഗ്ലാദേശ് അകന്നിരിക്കുകയാണ്, ഉടക്കിയിട്ടുണ്ട് ഒരുപാട് തവണ. പക്ഷെ ഇന്ത്യക്ക് ഇതിനകത്ത് ചില പിടിവള്ളികൾ ഇന്ത്യക്കുണ്ട്. നമ്മുടെ ഒരു രാജ്യം വെറുതെ ഒരാൾക്ക് വന്നിട്ട് സേഫായിട്ടൊരു ഇടം നൽകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ വേലിയിലിരിക്കുന്നതിന് ഒരിക്കലും എടുത്ത് നമ്മുടെ മഹാരാജ്യം എടുത്ത് നമ്മുടെ തോളത്ത് വെക്കാറില്ല. അപ്പം ഷേഖ് ഹസീനെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ബംഗ്ലാദേശിന് ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. കാരണം നമ്മളും ബംഗ്ലാദേശിൽ നമ്മൾ കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള കരാർ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യം, പക്ഷെ കുറ്റവാളികളെയാണ് ഇവിടെ, ഇത് കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഷേഖ് ഹസീന കുറ്റവാളിയാണ് എന്നുള്ളതാണ് ഈ പറയുന്ന ബംഗ്ലാദേശ് ഭരണകൂടം പറഞ്ഞത്. അവിടെയാണ് ധനുഷ് പറഞ്ഞ പോയിന്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. കാരണം ഇന്ത്യ അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം കുറ്റവാളികൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഭീകരന്മാരെയും മയക്കുമരുന്ന് കടത്തുകാരെയൊക്കെയാണ് ഇതുവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറ്റം ചെയ്തിരുന്നത്. പക്ഷെ ഷേഖ് ഹസീന എടുത്ത് സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട ഒരു ഭരണാധികാരിക്ക് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളാണ്, അവിടുത്തെ ഭരണകൂടം ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളാണ്. അത് ഇനിയിപ്പോൾ പ്രൂവ് ചെയ്യിക്കേണ്ടതാണ്. ഇന്ത്യ പോലൊരു രാജ്യത്തിന് ഇപ്പോൾ ഇന്ത്യ മാത്രം ബോധ്യപ്പെടുത്തിയാൽ പോരാതെ ലോക രാജ്യങ്ങളെ കൂടെ അത് ബോധ്യപ്പെടുത്തണം. അപ്പോൾ അതിനൊക്കെ ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിന്റെ പേരിൽ യൂനസിന് ഒരു ഹൈപ്പ് കിട്ടും. അവരുടെ രാജ്യത്ത് ബംഗ്ലാദേശിൽ ഒരു മേൽക്കൈ അദ്ദേഹത്തിന് കിട്ടും. ഇപ്പോൾ അദ്ദേഹത്തിന് ജനപ്രീതി കുറച്ച് കുറഞ്ഞു ഇരിക്കുകയാണ്. ഫെബ്രുവരിയിൽ ഇലക്ഷനൊക്കെ നടക്കാൻ പോകുമ്പോൾ യൂനസിന് ഇനി അവിടെ സ്ഥിരമായി ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇന്ത്യയുമായിട്ടൊരു കൊമ്പ് കോർക്കുക എന്നുള്ളതാണ്.
എപ്പോഴും അങ്ങനെയാണല്ലോ, ബലവാനോട് പോർവിളി നടത്തുമ്പോഴാണല്ലോ നമ്മൾ എന്തൊക്കെയാണെന്ന് തോന്നുന്നത്. അപ്പം അതിന്റെ ഒരു മാതൃകയിലാക്കി പോകുന്നു. പക്ഷേ ഇന്ത്യ അതൊരിക്കലും ഹസീനയെ വിട്ടുകൊടുക്കാൻ യാതൊരു സാധ്യതയും നിലവിലില്ല. കാരണം ഹസീനയ്ക്ക് ഇന്ത്യയുമായി മാത്രമല്ല ബന്ധം, ചില യൂറോപ്യൻ കൺട്രീസുമായിട്ട് ബന്ധമുണ്ട്. അതിനിപ്പോൾ ട്രംപ് ഇടപെടുകയാണെങ്കിൽ പോലും ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാൻ യാതൊരു സാധ്യതയുമില്ല. നിലവിലത്തെ ഒരു ജിയോ പൊളിറ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ചൈന ഈ വിഷയത്തിൽ പ്രത്യക്ഷമായി ഇടപെടാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. കാരണം ചൈനയ്ക്ക് അവർ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഓൾറെഡി ബംഗ്ലാദേശിലുണ്ട്. അപ്പം അവർ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നതാണ് ചൈന നോക്കുന്നത്. ഇപ്പം നമ്മളെ ഈ സംബന്ധിച്ചാണെങ്കിലും ഒരു ഈ ഒരു സാഹചര്യത്തിൽ സിലിഗുറിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്? കാരണം അവിടെ സൈനിക വിന്യാസം നടത്തുന്നുണ്ട് ഇന്ത്യ, അപ്പൊ കൂട്ടുന്നുണ്ട്. അല്ല, സിലിഗുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് യുഎസ് പരസ്യമായി തന്നെ പറയുന്നുണ്ട് ചൈനയ്ക്ക് തരാമെന്ന് പറയുന്നുണ്ട്, അമേരിക്കയ്ക്ക് കൊടുക്കാന്ന് പറയുന്നുണ്ട്. ഈ സിലിഗുരി ഒരു കോറിഡോറിന്റെ ആ ഭാഗങ്ങളൊക്കെ തരാമെന്ന് പറയുന്നുണ്ട്. അമേരിക്കയുടെ വാർഷിപ്പുകളും വിമാനങ്ങളും ഒക്കെ, അവർ കാർഗോ വിമാനങ്ങളൊക്കെ വന്നു പോകുന്നതും ഒക്കെയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് അത് തന്നെയാകും, ആ ഒരു മേഖല തന്നെ ആകാനാണ് സാധ്യത. കാരണം ബംഗ്ലാദേശ്, അസാം, ത്രിപുര ബോർഡറുകളെക്കാൾ കുറച്ചുകൂടി ഇന്ത്യ കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഈ വെസ്റ്റ് ബംഗാളിന്റെ ബോർഡറും ത്രിപുരയിലെ ബോർഡറും ഒരു ആക്രമണം നടത്തി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രധാന പ്രദേശം സിലിഗുരി തന്നെയാണ്. കാരണം നമ്മുടെ സിറ്റ്വേ തുറമുഖം അതിനപ്പുറത്തോട്ട് മാറി കിടപ്പുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആണ്. ഇതിനങ്ങനെ വലിയ ഒരു വലിപ്പമൊക്കെ ഉള്ള സ്ഥലമൊന്നുമല്ല. അപ്പം നമ്മളിപ്പോൾ റെയിൽവേ അവിടെ പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു, ഹൈവേ പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിങ്ങിന് കുറച്ചുകൂടെ എളുപ്പകരമായിരിക്കും. അപ്പൊ അത് നമ്മളത് മുഴുവൻ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ഒരു വിഷയം കൂടെ ഉണ്ട് ധനുഷൻ. അത് ചൈനയെ കൂടെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കേണ്ടി വരും. നമ്മൾ ഒരുപക്ഷെ ചൈനയുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ അവരുമായിട്ട് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തേണ്ടി വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു മേഖലയിലേക്ക് വരാൻ കഴിയും. അത് നമ്മൾ അതെ ചിലപ്പോൾ ഒരുപക്ഷെ ബാക്ക്ഡോർ എന്തെങ്കിലും നടന്നിട്ടുണ്ടാകും അതിന്റെ പേരിൽ. ഇന്ത്യ പ്രത്യക്ഷത്തിൽ നിൽക്കുകയും അടിക്കുകയും ചൈന മിണ്ടാതിരിക്കുകയും ചെയ്യുക. പിന്നീട് ഇത് പിടിച്ചെടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ അല്ലല്ലോ, അത് നമ്മൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അല്ലല്ലോ, അത് നോമാൻ ബേ പോലെ ആർക്കും ഇല്ലാത്തൊരു പ്രദേശം പോലെ നിൽക്കുകയും നമ്മൾ രണ്ടും കൂടെ അങ്ങ് ഷെയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം നയതന്ത്ര ബന്ധങ്ങൾ മുമ്പോട്ട് പോകുന്നത്.